മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയിലെ 82ാമത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ സൈനീഷ്യ എന്ന അധ്യായത്തിൻ്റെ 3ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ക്രോണിക് സിക്ക് ഹെഡേക്ക് അറ്റൻഡഡ് വിത്ത് നോസിയ ആൻഡ് ഈവൻ വോമിറ്റിംഗ്. ഹെഡേക്ക്, സിക്കനിങ് ഹെഡേക്ക് ഒരു ക്രോണിക് നേച്ചറുള്ളതാണ്. അതിനോടൊപ്പം ഓക്കാനം വരലും ഛർദിയും ഉണ്ട്. ഹെഡേക്ക് commencing in the back of the head in the morning or towards noon, going to the forehead, worse towards night, from noise, better from heat, supraorbital neuralgias, better from pressure and heat, and attended with profuse head sweat. അപ്പോൾ ഹെഡേക്കിൻ്റെ മൊഡാലിറ്റീസാണ് പറയുന്നത്. പ്രഭാതത്തിലോ മധ്യാഹ്നത്തോടടുക്കുമ്പോഴോ അല്ല ഉച്ചയോടടുക്കുമ്പോഴോ തലയുടെ പിൻഭാഗത്തു നിന്ന് തുടങ്ങി മുൻഭാഗത്തേക്ക് നെറ്റിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു തരത്തിലുള്ളൊരു മൂവിങ് നേച്ചറുള്ള ഇതാണ്, ഒരു ഹെഡേക്കാണ്. രാത്രിയോടടുക്കുമ്പോഴേക്കും ഇത് കൂടുതൽ മോശമാകുന്നു, ശബ്ദം കേൾക്കുമ്പോൾ മോശമാകുന്നു, പക്ഷേ ചൂട് കൊണ്ട് ബെറ്ററാണ്. ഇനി സൂപ്രാ ഓർബിറ്റൽ ന്യൂറാൾജിയാസ്, അതെങ്ങനെയാണ്? ബെറ്റർ ഫ്രം പ്രഷർ, ഒരു പ്രഷറൈസ് ചെയ്യുമ്പോൾ മെച്ചപ്പെടുന്നു, ചൂടുകൊണ്ട് മെച്ചപ്പെടുന്നു. അതിനോടൊപ്പം തലവിയർപ്പ്, വല്ലാത്ത തലവിയർപ്പ് ഉണ്ടാകും. കോൾഡ് ക്ലാമി ഒഫൻസീവ് സെറ്റ് ഓൺ ദ ഫോർഹെഡ്. ഒരുപാട് ഫോർഹെഡിൽ തണുത്ത ദുർഗന്ധം വമിക്കുന്ന തരത്തിലുള്ള സ്വെറ്റുണ്ട്, വിയർപ്പുണ്ട്. പിന്നെ സൈനീഷ്യ പേഷ്യൻ്റ് എക്സേർട്ട് ഹിംസെൽഫ്, he sweats on the face, the lower part of the body is dry or nearly so. അപ്പോൾ സൈനീഷ്യ പേഷ്യൻ്റ് എക്സേർഷൻ ഉണ്ടാകുമ്പോൾ വിയർപ്പ് കീഴ്ഭാഗത്തേക്കില്ല, അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി, നെറ്റി, തല ഒക്കെ ഉണ്ട്. പക്ഷെ താഴേക്ക് വിയർപ്പില്ലെന്ന് മാത്രമല്ല മിക്കവാറും ഡ്രൈയുമാണ്. എ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഈസ് ദ സ്വെറ്റ് അബൌട്ട് ദ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് ദ ഹെഡ്. അപ്പോൾ അതൊരു സ്ട്രൈക്കിംഗ് ഫീച്ചറാണ്. ശരീരത്തിൻ്റെ മേൽഭാഗം, തല, മുഖം, അവിടെയൊക്കെ വിയർക്കുക എന്ന് പറയുന്നത് സൈനീഷ്യയുടെ ഒരു വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള, വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്വഭാവമാണ്. ഹെഡേക്ക് വൺസ് എ വീക്ക്, ഒരു പീരിയോഡിക് ഹെഡേക്ക്, ആഴ്ചയൊരിക്കൽ. അപ്പോൾ ഒരു കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്: ജെൽസേമിയം, ലൈക്കോപോഡിയം, സാംഗിനേറിയ, സൾഫർ. ഹെഡേക്ക് അപ് ത്രൂ ദ ബാക്ക് ഓഫ് ദ നെക്ക് ആൻഡ് എസ്പെഷ്യലി ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹെഡ്. തലയുടെ പിൻഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ കഴുത്തിൻ്റെ പിൻഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് തലയുടെ വലതുഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. നേരത്തെയും കണ്ടു, ഒരു മൂവിങ് നേച്ചറുള്ളതാണ് സൈനീഷ്യയുടെ ഹെഡേക്സ്. റിസംബിൾസ് സാംഗിനേറിയ, ഇക്കാര്യത്തിൽ സാംഗിനേറിയമായിട്ടൊരു സാദൃശ്യമുണ്ട്. വെയിറ്റ് ഇൻ ദ ഓക്സിപെറ്റ് ആസ് ഇഫ് ഇറ്റ് വുഡ് ബി ഡ്രോൺ ബാക്ക് വിത്ത് എ റഷ് ഓഫ് ബ്ലഡ് ടു ദ ഹെഡ് ലൈക്ക് കാർബോവിച്ച് ആൻഡ് സെപ്പിയ. ഉണ്ടോ? ഓക്സിപേറ്റിൽ ഭാരം, അത് പിന്നിലേക്ക് വലിയുന്നത് പോലുള്ളൊരു തോന്നൽ, തലയിലേക്ക് രക്തം ഇരച്ചു കയറൽ, അതിൽ കാർബോവെജുമായിട്ട് സൈനീഷ്യക്ക് സാദൃശ്യമുണ്ട്. കാർബോവെജ് മാത്രമല്ല, സെപ്പിയ, രണ്ടുമായിട്ടും സാദൃശ്യമുണ്ട്. ഹെഡേക്ക് വേഴ്സ് ഫ്രം കോൾഡ് എയർ, അതൊരു സവിശേഷമായൊരു ലക്ഷണമാണ്. ചൂടുകൊണ്ട് റിലീഫുണ്ട്, എന്നാൽ തണുത്ത വായടിക്കുമ്പോൾ വർദ്ധിക്കുകയാണ്. സാധാരണ കണ്ടുവരുന്ന തലവേദനയുടെ ഒരു പൊതു മൊഡാലിറ്റിക്ക് വിരുദ്ധമാണിത്. പൊതുവെ മിക്കവർക്കും തന്നെ ചൂടുകൊണ്ട് തലവേദന വർദ്ധിക്കുന്നു. ചൂടുകൊണ്ട് തലവേദന ഉണ്ടാകുന്നവരുണ്ട്. തണുത്ത വെള്ളം കൊണ്ടൊക്കെ കഴുകുമ്പോൾ തലവേദന കുറയുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ടിപ്പിക്കൽ സിംറ്റമാണ്. നേരെ തിരിച്ച്, ചൂടുകൊണ്ട് അമീലറേഷൻ, തണുപ്പുകൊണ്ട് അഗ്രവേഷൻ. ഞാൻ എവിടെയോ ഹോമിയോപ്പതിക് ലിറ്ററേച്ചറിൽ എവിടെയോ ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്, യൂഷ്വൽ സിംറ്റംസിനേക്കാൾ വിലയേറിയതാണ് അൺയൂഷ്വൽ സിംറ്റംസ്. ചൂടുകൊണ്ട് തലവേദന ഉണ്ടാകുന്നത് യൂഷ്വലാണ്, പക്ഷെ തണുപ്പ് കൊണ്ട് തലവേദന ഉണ്ടാകുക എന്നത് അൺയൂഷ്വലാണ്.
അൺയൂഷ്വൽ സിംറ്റംസിന് മൂല്യം വർദ്ധിക്കും. ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ട് എന്തെങ്കിലും അൺയൂഷ്വൽ സിംറ്റംസ് പേഷ്യൻറ്റിനുണ്ടോ എന്ന് ആരാഞ്ഞറിയുക എന്നുള്ളതാണ് ഒരു ഹോമിയോപ്പാത്തിൻ്റെ സ്കില്ലിൻ്റെ മാനദണ്ഡങ്ങളിലൊന്ന്. സാധാരണ സിംറ്റംസ് പറഞ്ഞു പോകുന്നതല്ല, അൺയൂഷ്വൽ സിംറ്റംസ് കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് കവർ ചെയ്യുന്ന ഔഷധങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വിജയത്തോട് കൂടുതൽ അടുക്കും എന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. കെൻഡിലോ അല്ലെങ്കിൽ ഹെനമാൻ്റെ എന്തെങ്കിലും ഇതിൽ റൈറ്റിങ്ങിലോ ആയിരിക്കും. അപ്പോൾ ഈ കാര്യത്തിൽ സോർണമായിട്ടൊരു കമ്പാരിസൺ പറയുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണത്, ഞാനൊരു ഉദാഹരണം പറഞ്ഞത്. സോർണം വിയേഴ്സ് എ ഫർ ക്യാപ്പ് ഈവൻ ഇൻ സമ്മർ. വേനൽക്കാലത്ത് പോലും ഒരു രോമത്തൊപ്പി തലയിൽ ധരിക്കുക. ഞാൻ എൻ്റെ ഒരു പരിചയക്കാരൻ്റെ കേസ് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അത് സോർണത്തിനുണ്ട്. Magnesium muriaticum is better from wrapping up the head but still wants to be in the air. ഇനി മാഗ്നീഷ്യം മുറിയാറ്റിക്കത്തോടൊരു കമ്പാരിസൺ എങ്ങനെയാണ്? ചെറിയ വ്യത്യാസമുണ്ട്. തല ചുറ്റിക്കെട്ടുമ്പോൾ മെച്ചമാണ്, എന്നിരുന്നാലും ഓപ്പൺ എയറിനോട് താല്പര്യം ഉണ്ടോ, തുറന്ന വായുവിലായിരിക്കണം. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ. സോർണം, സൈലീഷ്യ, മാഗ്നീഷ്യം മുറിയാറ്റിക്കം. റസ് സ്വെറ്റ്സ് ഓൺ ദ ബോഡി, ദ ഹെഡ് ഈസ് ഡ്രൈ. റസ്റ്റോക്സിൻ്റെ കാര്യത്തിൽ ശരീരം വേർക്കുന്നു, പക്ഷെ തല ഡ്രൈ ആയിരിക്കും. പക്ഷെ ഇവിടെ തലയും വേർക്കുന്നുണ്ട്, മുഖവും വേർക്കുന്നുണ്ട്. പൾസാറ്റില സ്വെറ്റ്സ് ഓൺ വൺ സൈഡ് ഓഫ് ദ ഹെഡ്. പൾസാറ്റിലെ കാര്യത്തിലാണെങ്കിൽ ഒരു വശം മാത്രമാണ് വേർക്കുന്നത്. വെർട്ടിഗോ ടു ഫെയിൻറ്റിങ് വിത്ത് നോസിയ. വെർട്ടിഗോ ക്രീപ്പിംഗ് അപ്പ് ദ സ്പൈൻ ഇൻ ടു ദ ഹെഡ്. ബോധക്ഷയം ഉണ്ടാകുന്ന പോലെയുള്ള തലകറക്കം, ഓക്കാനം വരൽ, നട്ടലിങ്ങനെ അരിച്ചു കയറുന്ന ഒരു വെർട്ടിഗോ, നട്ടലിന് തലയിലേക്ക് അരിച്ചു കയറുന്ന ഒരു തലകറക്കം വളരെ ടിപ്പിക്കലാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു പേഷ്യൻ്റ് ഇത്തരം കാര്യങ്ങൾ, അൺയൂഷ്വലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക വേണ്ടത്. നമുക്ക് കൃത്യമായിട്ടുള്ള വളരെ ക്യൂറേറ്റീവായിട്ടുള്ള മെഡിസിൻസിലേക്ക് എത്താനുള്ളൊരു ഷോർട്ട് കട്ടാണത്. It is especially necessary for the Sylesia patient to avoid the cold air. Must have the head well wrapped up, especially the part that is painful and the part perspires copiously. ഉണ്ടോ, വീണ്ടും വളരെ ടിപ്പിക്കലാണ്, വളരെ പെക്യുലറായിട്ടുള്ള ചില സിംറ്റംസ് പറയുന്നത്. സൈലീഷ്യ പേഷ്യൻസിനെ സംബന്ധിച്ചോളം തണുത്ത വായുവിനെ അവോയ്ഡ് ചെയ്യുക വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കണ്ടോ, തണുത്ത വായു അത്രയ്ക്ക് പ്രശ്നമാണ്. തല നന്നായിട്ട് ചുറ്റിക്കെട്ടണം. എസ്പെഷ്യലി എങ്ങനെയാ, വേദനയുള്ള ഭാഗം, തലവേദന ഒരു ഭാഗത്തുണ്ടെങ്കിൽ ആ ഭാഗം ശരിക്ക് റാപ്പ് ചെയ്യണം. മാത്രമല്ല നന്നായിട്ട് വേർക്കുന്ന ഭാഗവും ചുറ്റിക്കെട്ടണം. കണ്ടോ, സാധാരണ വേർക്കുന്ന ഭാഗങ്ങൾ അൺകവർ ചെയ്യാനാണ് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാനാണ് സാധാരണ ടെൻഡൻസി. പക്ഷേ സൈലീഷ്യ നോക്കുക, അതൊക്കെ റാപ്പപ്പ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുന്നത് ഉപകരിക്കും. ഹെഡേക്ക് വേഴ്സ് ഫ്രം മെൻ്റൽ എക്സോഷൻ, എക്സസീവ് സ്റ്റഡി, നോയ്സ്, മോഷൻ, ഈവൻ ജാറിങ് ഫ്രം ഫുഡ് സ്റ്റെപ്സ്, ലൈറ്റ്, സ്റ്റൂപ്പിംഗ്, പ്രസിംഗ് അറ്റ് സ്റ്റൂൾ, ടോക്കിംഗ്, കോൾഡ് എയർ, ടച്ച്. ഒരു പ്രൂവറിനെ കോട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ, കണ്ടോ. അപ്പോൾ തലവേദന വർദ്ധിക്കുന്ന എത്രയോ സാഹചര്യങ്ങളിലാണ്, കണ്ടോ. മാനസിക അധ്വാനം, അമിതമായ പഠനം, ശബ്ദം, ചലനം, കാലടി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയൊരു കുലുക്കം, ജാറിങ്, പ്രകാശം, സ്റ്റൂപ്പിങ്, മുന്നോട്ടായാൽ, മലവിസർജനത്തിന് വേണ്ടി ഒന്ന് പ്രസ് ചെയ്താൽ, സംസാരിച്ചാൽ, തണുത്ത വായു, വെറുമൊരു സ്പർശനം. തലവേദനയുടെ കാര്യം തല വളരെയധികം സെൻസിറ്റീവാണ്. ഒത്തിരി സിംറ്റംസാണ് പറയുന്നത്. മോയിസ്റ്റ് സ്കെയിലി ഇറപ്ഷൻസ് ഓൺ ദ സ്കാൽപ്പ്, എക്സീമ ക്യാപിറ്റീസ്. അപ്പോൾ സ്കെയിലി ഇറപ്ഷൻസ്, സ്കാൽപ്പിൽ സ്കെയിലി ഇറപ്ഷൻസ് ഉണ്ട്. സൈലീഷ്യ ഇസ് സ്യൂട്ടഡ് ടു ദ ഫെജിഡീനിക് അൾസേഴ്സ് ഓഫ് സിഫിലിസ്, ഈറ്റിംഗ് ആൻഡ് സ്പ്രെഡിങ് അൾസേഴ്സ് ഓൺ ദ സ്കാൽപ്പ്. അപ്പോൾ സിഫിലിസിൻ്റെ വളരെ ഭയാനകമായ ചില തരം അൾസേഴ്സ് എങ്ങനെയാണ്,
ഫെജിഡീനിക്ക് പെട്ടെന്ന് വർദ്ധിക്കുന്നത്, ആ മാംസഭാഗങ്ങൾ അടർന്നു പോകുന്നത്, അത്തരത്തിലുള്ള അൾസേഴ്സ് സൈലീഷ്യക്കുണ്ട്. ഈറ്റിംഗ് ആൻഡ് സ്പ്രെഡിങ് അൾസേഴ്സ് ഓൺ ദ സ്കാൽപ്പ്, തലയോട്ട്. ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ബിറ്റ്വീൻ ദ സ്കാൽപ്പ് ആൻഡ് ദ സ്കൾ, ട്യൂമേഴ്സ് ഫോമിങ് ഫിൽഡ് വിത്ത് എ ഗ്രൂമസ് ഫ്ലൂയിഡ് ആസ് ഇൻ ഇൻഫൻസി, ഇറ്റ് വിൽ റിമൂവ് ബ്ലഡ് ട്യൂമേഴ്സ്. ഒത്തിരി തലയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങൾ, സ്കാൽപ്പിനും സ്കളിനും ഇടയിൽ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ്, മുഴകൾ രൂപപ്പെടുന്നു, ഉറച്ച് കട്ടിയാകുന്ന തരത്തിലുള്ള ഗ്രൂമസ് ഫ്ലൂയിഡ്, പെട്ടെന്ന് ഉറച്ച് കട്ടിയാകുന്ന തരത്തിലുള്ള ഫ്ലൂയിഡ് നിറയുന്നു. ഇൻഫൻസിയിൽ എന്ന പോലെ ബ്ലഡ് ട്യൂമേഴ്സിനെ ഇത് റിമൂവ് ചെയ്യുന്നു. സൈലീഷ്യ ഈസ് എസ്പെഷ്യലി ഓഫ് യൂസ് in the treatment of affections of the cartilages, growths about the joints, about the fingers and toes. ഈ കാർട്ടിലേജസ്, തരണാസ്ഥികൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ സൈലീഷ്യ വളരെ ഉപകരിക്കും. ശരീരത്തിൽ എവിടേക്കാണ് കാർട്ടിലേജസ് ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാര്യത്തിൽ സൈലീഷ്യയെക്കുറിച്ച് ചിന്തിക്കണം. ജോയിൻസിലുള്ള ഗ്രോത്ത്സ്, ഫിംഗേഴ്സിൽ, ടോസിൽ ഒക്കെ ഉള്ള ഗ്രോത്ത്സിൻ്റെ കാര്യത്തിൽ സൈലീഷ്യ വളരെ ഉപകരിക്കും. ദ കംപ്ലൈൻറ്റ്സ് ഓഫ് സൈലീഷ്യ ആർ അസോസിയേറ്റഡ് വിത്ത് ഹാർഡൻഡ് ഗ്ലാൻഡ്സ്, ബട്ട് എസ്പെഷ്യലി അബൌട്ട് ദ നെക്ക്, ദ സെർവിക്കൽ, സലൈവറി ആൻഡ് പർട്ടിക്കുലർലി ദ പാരോട്ടിഡ് ഗ്ലാൻഡ്സ്. സൈലീഷ്യയുടെ മറ്റൊരു വളരെ വിലപ്പെട്ടൊരു ഉപയോഗത്തെക്കുറിച്ചാണ് കെന്റ് പറയുന്നത്. കട്ടിയായ കല്ലിച്ചുപോയ ഗ്രന്ഥികളെ ക്രമപ്പെടുത്തുന്നതിൽ. എങ്ങനെയാണ്? ഹാർഡൻ ഗ്ലാൻഡ്സ്, ബട്ട് എസ്പെഷ്യലി അബൌട്ട് ദ നെക്ക്. ആ ഹാർഡൻ ഗ്ലാൻഡ്സ് തന്നെ കഴുത്തിലുള്ള ഗ്ലാൻഡ്സ്, സെർവിക്കല്, സലൈവറി, വളരെ സവിശേഷമായിട്ട് പാരോട്ടിഡ് ഗ്ലാൻഡ്സ്. അതെങ്ങനെയാണ്? ലാർജ് ഹാർഡ് പാരോട്ടിഡ്സ്, വലിയ കട്ടിയായ പാരോട്ടിഡ്സ്. ദ പാരോട്ടിഡ്സ് എൻലാർജ് ഫ്രം എവരി കോൾഡ് ആൻഡ് ഗെറ്റ് ഹാർഡ്. അപ്പോൾ അതിൻ്റെ ഒരു മൊഡാലിറ്റിയാണ്. ഓരോ തവണ തണുപ്പടിക്കുമ്പോഴും ഈ പാരോട്ടിഡ്സ് എൻലാർജ് ചെയ്യുന്നു, കല്ലിക്കുന്നു. കൃത്യം അതിനായിട്ടൊരു കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. ബാരിറ്റ കാർബ്, കൽക്കേറിയ, സൾഫർ, ഈ മൂന്നിനും സമാനമായ ലക്ഷണമുണ്ട്. പൾസാറ്റിലസ് സ്യൂട്ട്സ് ദ അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഓഫ് ദ പാരോട്ടിഡ്, ബട്ട് സൈലീഷ്യ ഈസ് ഇൻഡിക്കേറ്റ് ഇൻ ദ മോർ ക്രോണിക് ഫോംസ് ഡ്യൂ ടു സോറ, സ്ക്രോഫുലസ് ഗ്ലാൻഡ്സ്. ഉണ്ടോ? പാരോട്ടിഡ്സിൻ്റെ ഇൻഫ്ലമേഷനിൽ, അതിൻ്റെ അക്യൂട്ട് കണ്ടീഷനിൽ പൾസാറ്റിൽ വരും. പക്ഷേ സോറ മൂലം ഉണ്ടാകുന്ന ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷനിൽ സൈലീഷ്യയാണ്. നമുക്കറിയാം പൾസാറ്റിലുള്ള ക്രോണിക്കാണ് സൈലീഷ്യ. സ്ക്രോഫുലസ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്, സ്ക്രോഫുല ഗ്ലാൻഡ്സിന് സ്ക്രോഫുലസ് നേച്ചർ ഉണ്ടാകുന്നു. അപ്പോൾ ഗ്ലാൻഡ്സിൻ്റെ കാര്യത്തിൽ വളരെയധികം ഉപകരിക്കുന്നതാണ് സൈലീഷ്യ. അതിൻ്റെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ, ഈ ടെമ്പറാമെൻറ്റ്സുമായിട്ട് യോജിക്കുകയാണെങ്കിൽ ഗ്ലാൻഡ്സിൻ്റെ പ്രശ്നങ്ങളെ സൈലീഷ്യ സുഖപ്പെടുത്തും. കഴുത്തിലെ ഗ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നം ഉണ്ടാകാറുണ്ട്. സാധാരണ അലോപ്പതിയിൽ സർജറി നിർദ്ദേശിക്കുന്ന അവസ്ഥകളാണ്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പണച്ചെലവൊന്നുമില്ലാതെ സൈലീഷ്യയും അതുപോലുള്ള മറ്റ് ഔഷധങ്ങളും കൊണ്ട് നിങ്ങൾക്കതിനെ സുഖപ്പെടുത്താൻ പറ്റും. ഒത്തിരി കേസുകൾ അങ്ങനെ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സൈലീഷ്യയാണോ മറ്റെന്താണോ എന്നുള്ളത് പേഷ്യൻറ്റിന് ജനറൽ കണ്ടീഷൻസും സിംറ്റംസിൻ്റെ മൊഡാലിറ്റീസും പെക്യുലാരിറ്റീസും നേരത്തെ കണ്ടതുപോലുള്ള വളരെ ടിപ്പിക്കൽ സിംറ്റംസും ഒക്കെ കണ്ടെത്തി നിങ്ങൾക്ക് സുഖപ്പെടുത്താൻ സാധിക്കും. ഇത്തരം പുസ്തകങ്ങൾ, ഇത്തരം നറേഷൻസ് നിങ്ങളെ അതിന് സഹായിക്കും. നമുക്ക് സൈലീഷ്യയെക്കുറിച്ചുള്ള കൂടുതൽ വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.